ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലാൻഡ് സന്ദർശനം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമൊക്കെ പോയത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും കിട്ടിയ ഗംഭീരമായ സ്വീകരണത്തിന് പുറമെ ന്യൂസിലാൻഡിലും അതേപടി നരേന്ദ്രമോദിക്ക് രാജകീയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. ന്യൂസിലാൻഡ് പ്രസിഡന്റ് ക്രിസ്റ്റഫർ ലെക്സോൺ നേരിട്ട് വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത്തരം നീക്കങ്ങൾ നയതന്ത്ര തലത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ കഴിയുന്നതാണ്. ഇന്ത്യക്ക് അത്രയേറെ പ്രാധാന്യം നൽകുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ക്രിസ്റ്റഫർ ലെക്സോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് 250 മില്യൺ ജനങ്ങളെ, ഏതാണ്ട് 25 കോടി മനുഷ്യരെ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുക്തമാക്കുന്നതിൽ വലിയൊരു പങ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ അതിശയിപ്പിക്കുന്ന മാറ്റമാണ് ഇന്ത്യയിൽ തനിക്ക് കാണാൻ കഴിയുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ ചെറിയ പ്രായത്തിൽ 1990കളിൽ താൻ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് താൻ കണ്ട ഇന്ത്യയിൽ നിന്നും ഇന്നത്തെ ഇന്ത്യ തന്നെ ഞെട്ടിക്കുന്ന വിധം മാറിപ്പോയി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അന്ന് തൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം യൂണിലിവറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 90കളിൽ ഇന്ത്യയിലോട്ട് വന്നത്. ആ സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ജസ്റ്റ് കോയിൻസ് ദിവസവേതനമായിട്ട് വാങ്ങുന്നത് താൻ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് തനിക്ക് അതിശയമായി തോന്നുകയാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ബന്ധത്തെ ഒരു തന്ത്രപ്രധാന പങ്കാളിത്തം അഥവാ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലായിട്ട് ഇരു രാജ്യങ്ങളും ഉയർത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നു ഇന്ത്യ ന്യൂസിലാൻഡ് റിലേഷൻ കൂടുതൽ ദൃഢമായിട്ട് മാറുകയാണ്. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട 3 രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായിട്ടാണ് മോദി ന്യൂസിലാൻഡിലേക്ക് പോകുന്നത്. വ്യാപാര വിപുലീകരണം, പ്രാദേശിക സുരക്ഷ, സാംസ്കാരിക ബന്ധങ്ങൾ എന്നിവയ്ക്കാണ് ഈ സന്ദർശനത്തിൽ രണ്ട് രാജ്യങ്ങളും മുൻഗണന കൊടുത്തിരിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകളുടെ പ്രധാന ആകർഷണം 2030ഓടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം $7 ബില്യൺ ന്യൂസിലാൻഡ് ഡോളറായിട്ട് ഇരട്ടിയാക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഏപ്രിലിൽ ഒപ്പുവെച്ച ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കാൻ ഇരു നേതാക്കളും തീരുമാനിക്കുകയും ചെയ്തു. ദീർഘകാല സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് അടുത്ത തലമുറയിലെ സംരംഭകർ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിനായിട്ട് 35 വയസ്സിൽ താഴെയുള്ള ബിസിനസ് പ്രതിനിധികൾക്കായിട്ട് പ്രത്യേക എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ആരംഭിക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. പസഫിക് മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ, സമുദ്ര സുരക്ഷാ മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും ഒന്നിലധികം കരാറുകളിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതിലൊന്ന് ഭീകരവിരുദ്ധ സഖ്യമാണ്. സുരക്ഷാ ഭീഷണികൾക്കെതിരെ ഇരു രാജ്യങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു പ്രത്യേക ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. 2 നാവിക സമുദ്ര സഹകരണമാണ്. ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷിതത്വവും പുരോഗതിയും ഉറപ്പാക്കുന്നതിനായിട്ട് ഹൈഡ്രോഗ്രാഫി, സമുദ്ര പൈതൃകം, സമുദ്ര ഗവേഷണം എന്നിവയിൽ പുതിയ ധാരണകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ന്യൂസിലാൻഡ് കായിക രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത്യാധുനിക കായിക സാങ്കേതിക വിദ്യകളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനം സന്ദർശനത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു. അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ ന്യൂസിലാൻഡ് അത്ലറ്റുകളുമായിട്ടും കായിക പ്രതിഭകളുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങൾക്കും ക്രിക്കറ്റിനോടുള്ള താല്പര്യം കണക്കിലെടുത്ത് സ്പോർട്സ് ജോയിന്റ് ആക്ഷൻ പ്ലാനും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഓക്ലൻഡിൽ എത്തിയ സമയത്ത് പരമ്പരാഗതമായിട്ടുള്ള മാവോറി ആചാരപ്രകാരമുള്ള സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകിയിട്ടാണ് അവർ സ്വീകരിച്ചത്. ഈ ഓക്ലൻഡിലെ സ്പാർക്ക് അറീനയിൽ നടന്ന വൻ പ്രവാസി സംഗമത്തില് 10,000-ഓളം വരുന്ന ഇന്ത്യൻ സമൂഹത്തെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെ ഒരുക്കിയിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി, ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലോട്ട് ക്ഷണിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തില് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവില് കൂടുതൽ ശക്തമായ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പസഫിക് സമുദ്ര മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ന്യൂസിലാൻഡ് പോലുള്ള തന്ത്രപ്രധാന രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക, മേഖലയിലെ സമാധാനവും സ്വതന്ത്രമായ കപ്പൽ ഗതാഗതവും നിലനിർത്തുക എന്നതെല്ലാം ഇന്ത്യയുടെ ഉദ്ദേശത്തിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ ഇവിടെ മോദി ശരിക്കും പസഫിക് മേഖലയിൽ ശക്തമായ ഒരു സഖ്യകക്ഷിയെ കൂടെ നിർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ നിജ്ജാറിന്റെ കൊലപാതകം എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. കാനഡയിൽ നിജ്ജാറിന്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ കാനഡ അന്ന് ഭയങ്കര ശക്തമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് 5 വയസ്സ് രാജ്യങ്ങളാണ് തങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഷെയർ ചെയ്തത് എന്നായിരുന്നു അന്ന് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. ഈ 5 വയസ്സ് എന്ന് പറയുന്നത്
കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടുതലായി സംസാരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ ഒരു 5 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിലവിൽ ഇതിലെ 4 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയെ നമുക്ക് മാറ്റി നിർത്താം. ന്യൂസിലാൻഡിൽ ഇന്ത്യ ശക്തമായൊരു ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു. ഓസ്ട്രേലിയയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു. ഈവൻ കാനഡയിലെ നിലവിലെ ഭരണകൂടം മോദി സർക്കാരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ ഗവൺമെന്റിനെയും ഇന്ത്യയും പ്രശംസിക്കുന്ന ഭരണകൂടമാണ് നിലവിൽ കാനഡയിലുള്ളത്. മാത്രമല്ല, നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് പങ്കില്ല എന്നും അതൊരു ഗുണ്ടാ സംഘം നടത്തിയതാണ് എന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കാനഡ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ബ്രിട്ടൻ ആണെങ്കിൽ ഓൾറെഡി ഇന്ത്യയുമായിട്ട് വ്യാപാര കരാറൊക്കെ ഒപ്പുവെച്ച് വളരെ നല്ല ടേംസിലുമാണ്. സോ ഈ 5 ഐസിലെ 4 കണ്ണുകൾ ഇന്ത്യക്കൊപ്പം കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. അമേരിക്കയുടെ ഇതിലെ താല്പര്യങ്ങൾ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്ക ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, ബ്രിട്ടൻ ഈ രാജ്യങ്ങളുമായിട്ട് മോദി ഗവൺമെന്റ് മികച്ച ബന്ധമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ മികവാണ്. അതല്ലാതെ എന്താണ് പറയാൻ പറ്റുക? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ സംശയത്തോടെ നോക്കിയിരുന്ന രാജ്യങ്ങൾ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തുക്കളായിട്ട് മാറുന്നു. ഇന്ത്യയുമായിട്ട് തന്ത്രപ്രധാന ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നു. ഡിഫൻസ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നു. സോ ഇതിനൊക്കെയാണ് ശരിക്കും നയതന്ത്രത്തിലെ മികവ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്നൊക്കെ പറയാൻ പറ്റുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.